നമ്മുടെ മുൻ MLA KB ഗണേഷ് കുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെറിയ രീതിയിൽ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിലെ പ്രധാന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പത്തനാപുരത്ത് വരുന്ന താലൂക്ക് ആശുപത്രി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടായിരുന്നു ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതും ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാവുന്ന ഘട്ടത്തിലോട്ട് എത്തിയ സമയത്ത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മുടെ UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യമുണ്ടായപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞ് ഈ ആശുപത്രി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മുടെ ആരോഗ്യമന്ത്രി K മുരളീധരനെ കുറിച്ചൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് നിപ്പ ഏതാ കൊറോണ ഏതാന്ന് അറിയാത്ത ഒരു മന്ത്രിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്നാണ് KB ഗണേഷ് കുമാറിൻ്റെ കണ്ടെത്തൽ. ഇതില് KB ഗണേഷ് കുമാറിന് ഇപ്പം ഗണേഷ് കുമാറിനെ ചൊടിപ്പിച്ച ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഗണേഷ് കുമാർ അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മുൻ മന്ത്രിയായിരുന്ന KSRTCയിൽ എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് KB ഗണേഷ് കുമാർ, നമുക്കറിയാം, കൊണ്ടുവരികയും ചെയ്തു. ഒരു മന്ത്രി, ഒരു ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ പലപ്പോഴും അദ്ദേഹം അധികാരത്തിലേറിയ സമയത്തെല്ലാം KB ഗണേഷ് കുമാർ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ആർക്കും ഇല്ല. അത് കോൺഗ്രസ് അല്ലെങ്കിൽ UDFനോടൊപ്പം നിന്ന സമയത്താണെങ്കിലും LDFനോടൊപ്പം നിന്ന സമയത്താണെങ്കിലും. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മുടെ K മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, പത്തനാപുരം താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നുള്ളതാണ്. അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് ഇതൊരു ഹോട്ടൽ പോലെ ആശുപത്രി പണിത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞൊരു കാര്യം. ഹോട്ടൽ എന്നുദ്ദേശിക്കുന്ന വലിയ ആഡംബര ഹോട്ടൽ ഉണ്ടല്ലോ, ആഡംബര ഹോട്ടൽ പോലെയാണ് ഇത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. 96 കോടിയാണ് അതിൻ്റെ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അതായത് സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മീൻസ് കെട്ടിടങ്ങൾ കൊണ്ടല്ല പറയുന്നത്, സൗകര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ 96 കോടിക്ക് ഇൻകൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ശരിക്കും ഈ പത്തനാപുരം ഈ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. അപ്പോൾ ഇതിൽ നിർമ്മാണം ഏറ്റെടുക്കുന്ന സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 നിലകളിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ആശുപത്രി സമുച്ചയമാണ്. ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് സെൻട്രലൈസ്ഡ് AC. അതായത് മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രി പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഇത്രയും വലിയൊരു ആശുപത്രി സമുച്ചയം സർക്കാരിൻ്റെ കീഴിലാണ് വരുന്നത്. സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഈ ഒരു ആശുപത്രി സമുച്ചയം സെൻട്രലൈസ്ഡ് AC ആക്കി കഴിയുമ്പോൾ ഇതിന് ഉണ്ടാകാവുന്ന, അതിന് പ്രത്യേകമായി AC പ്ലാന്റ് ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് AC പോകുമ്പോൾ അതെടുക്കുന്ന ഒരു പവറുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പവർ യൂണിറ്റുകൾ വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിലവുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് AC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്പ്ലിറ്റ് AC വെക്കുന്ന പോലെ അല്ലല്ലോ അതിൻ്റെ ചിലവ് വരുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ചിലവുണ്ടാവുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആര് മീറ്റ് ചെയ്യും? സർക്കാരിന് ബാധ്യതയായി മാറാനാണ് സാധ്യത എന്നാണ് ഇദ്ദേഹം പറയുന്നത്, മുരളീധരൻ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ CT സ്കാനിങ് ഇല്ല, MRI ഇല്ല, എന്തിനേറെ എക്സ്റേ പോലും എടുക്കാനുള്ള സൗകര്യങ്ങൾ ആ കെട്ടിടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത് ഇൻകൽ എന്ന് പറയുന്ന എൻ്റെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്ന കമ്പനിയുമായിട്ട് K മുരളീധരൻ സംസാരിക്കുകയും ചെയ്തു, മിനിസ്റ്റർ. അപ്പം 4 സർജിക്കൽ റൂമുണ്ട്, അതായത് 4 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഈ 4 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിൽ തന്നെയും അവിടേക്ക് വേണ്ട ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരാളുടെ ഈ CT എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ സ്കാനിങ് എടുക്കണം, അതല്ലെങ്കിൽ ഒരാളുടെ എക്സ്റേയെങ്കിലും എടുക്കണ്ടേ. ഈ 3 സൗകര്യങ്ങളും ഇല്ലാതെ 4 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരാൾ എന്തായാലും സർജറിക്ക് മുമ്പ് CT സ്കാൻ എടുക്കണം, അല്ലെങ്കിൽ MRI എടുക്കണം, അതല്ലെങ്കിൽ എക്സ്റേ എങ്കിലും ഏറ്റവും കുറഞ്ഞ് എടുക്കും. ഇതില്ല, ഈ സൗകര്യങ്ങളില്ലാതെ വെറുതെ ഒരു 4 ഓപ്പറേഷൻ തിയേറ്റർ പണിതിട്ടുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുമില്ല. അപ്പം നിർമ്മാണത്തിൽ വല്ലാത്ത തരത്തിലുള്ള അപാകതകൾ ഇതിനകത്തുണ്ട്. 6 നിലയിൽ സെൻട്രലൈസ്ഡ് AC ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കെട്ടിടത്തിൽ ആകെ ബെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബെഡ് ഇടാൻ പറ്റുന്ന 89 പറ്റൂ. 6 നിലകളിൽ കിടക്കുന്നതാണ്. 6 കിടത്തി ചികിത്സ ചെയ്യണമെങ്കിൽ ഈ 89 ബെഡുകൾ മാത്രമേ അവിടെ സൗകര്യങ്ങളുള്ളൂ. അപ്പം അത്ര ഇതായിട്ടാണ്, എന്താ പറയുക, ഒട്ടും ശാസ്ത്രീയമല്ലാതെ ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ എന്താ പറയുക, ഒരു സൗകര്യങ്ങൾ ഒരുക്കാതെ ദീർഘവീക്ഷണമില്ലാതെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഫണ്ട് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് 96 കോടിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. 96 കോടി മുടക്കി സംസ്ഥാന സർക്കാർ ഒരു ആശുപത്രി പണിയുമ്പോൾ ഇതേ പറ്റുള്ളൂ. ഇതിൽ ഈ പറഞ്ഞത് ഗണേഷ് കുമാറിന് സൂചിച്ചില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. K മുരളീധരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ചെയ്തു വെച്ച ഒന്നിനെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് ഒതുക്കുക,
ഗണേഷ് കുമാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എങ്ങനെയെങ്കിലും ഇത് ഒതുക്കുക, പണി നിർത്തിവെക്കുക. പണി നിർത്തിവെച്ചിട്ട് പിന്നീട് ഇതേ ഡിസൈനിൽ തന്നെ UDFന്റെ കാലത്ത് ഈ പണി പുനരാരംഭിക്കുക. പുനരാരംഭിച്ചതിന് ശേഷം ഇത് കൊണ്ടുവന്ന് പണിഞ്ഞ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോവുക? UDF സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. ഏത് മന്ത്രിക്കാണ് കിട്ടുക? ഈ പറയുന്ന കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിക്കായിരിക്കും. അപ്പം ഇതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ വേണ്ടി നടത്തുന്ന മനഃപൂർവ്വമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പത്തനാപുരം താലൂക്ക് ആശുപത്രിയെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്നാണ് KB ഗണേഷ് കുമാർ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ ആരോപണം എന്ന് വേണേൽ പറയാം. അതിനെ രാഷ്ട്രീയ ആരോപണമായി കണ്ടാൽ മതി. അതിനാണ് പറയുന്നത് അദ്ദേഹം കൊറോണ ഏതാണ്, നിപ്പ ഏതാണെന്ന് അറിയാൻ വയ്യാത്ത ഒരാളാണ് ഗണേഷ് കുമാർ, പിന്നെ കെ മുരളീധരൻ എന്ന് പറയുന്നത്. ഇത് അറിയാമായിരുന്നിട്ട്, കൊറോണയും നിപ്പയും അറിയാമായിരുന്നിട്ട് കൂടി ഇന്ന് ഗണേഷ് കുമാർ എവിടെയാണ് നിൽക്കുന്നത്? ഗണേഷ് കുമാർ ഇന്ന് നിൽക്കുന്നത് കൂടി വന്നാൽ അതിൻ്റെ ഒരു പിന്നെ കേരള കോൺഗ്രസ് B എന്ന് പറയുന്ന പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുക. അല്ലാതെ കേരളത്തിൽ ഇത്രയധികം വികസനം നടത്തിയ, അല്ലെങ്കിൽ വികസനം കൊണ്ടുവന്ന ഒരു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പദവി ഇന്ന് KB ഗണേഷ് കുമാറിന് അവകാശപ്പെടാൻ കഴിയില്ല. ഇനി അതും വേണ്ടെന്ന് വെച്ചു, ഒരു MLA, പത്തനാപുരത്ത് ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് കരുതിയ ഒരു MLAയുടെ സ്ഥാനമെങ്കിലും ഇന്ന് KB ഗണേഷ് കുമാറിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഗണേഷ് കുമാറിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത്? അദ്ദേഹത്തിന് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. വ്യക്തിപരമായി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആള് അത്രയ്ക്ക് വെടിപ്പല്ലാത്തതുകൊണ്ട് സംഭവിച്ചല്ലേ, സ്വഭാവത്തിന് പറ്റിയ പ്രശ്നമല്ലേ. ആ ആളാണ് പിന്നെ നിപ്പ ഏതാ, കൊറോണ വൈറസ് എന്ന് തിരിച്ചറിയാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് മുരളീധരനെ കളിയാക്കുന്നത്. ഇവിടെ ആലോചിച്ച് നോക്കിക്കോളൂ. പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യം ഉണ്ടായിരുന്ന കുടുംബ ബന്ധം എങ്ങനെയാ താറുമാറായെന്ന് നമുക്കറിയാം. അതായത് യാമിനി തങ്കച്ചിയുമായിട്ട് ഇടഞ്ഞ് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ ദുർനടപ്പായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഒടുവിൽ ആ വിവാഹബന്ധം അവസാനിക്കുന്നു. അതിനുശേഷം രണ്ടാമത് വേറൊരു വിവാഹം ഈ KB ഗണേഷ് കുമാർ കഴിക്കുന്നു. നമ്മൾ വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ അതിന് എന്താ സംഭവിച്ചത്? അതിനകത്ത് വേറെ ആരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പിന്നെ ഈ പറയുന്ന ഭാര്യ വന്നപ്പോൾ കണ്ടുവെന്നും അവരെ ഈ പറയുന്ന പേഴ്സണൽ സ്റ്റാഫ് അടക്കം ഈ മന്ത്രിയുടെ ഭാര്യ ഉപദ്രവിക്കാൻ ചെന്നു അടക്കമുള്ള വലിയ വാർത്തയല്ലേ നമ്മുടെ കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് സംഭവിച്ചു? അങ്ങനെ വന്നപ്പോഴാണ് KB ഗണേഷ് കുമാർ വ്യക്തിപരമായി അത്ര നീറ്റല്ല എന്നും സ്ത്രീകൾക്കിടയിലുള്ള KB ഗണേഷ് കുമാറിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് വോട്ടിൽ തിരിച്ചടിയായത്. അത് പിന്നെ തീർച്ചയായിട്ടും സ്ത്രീകളുടെ എനിക്ക് 5000-ലധികം ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. പെൺസുഹൃത്തുക്കൾ 5000-ലധികം പേരുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പൊതു സമൂഹം ഏറ്റെടുക്കുക? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. പുള്ളി ബസ് ഓടിക്കാൻ അറിയുമായിരിക്കും, പുതിയ ബസ്സുകൾ ഇവിടെ കൊണ്ടുവരാൻ പുള്ളിക്ക് കഴിവുണ്ടായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ പുള്ളിക്ക് ഈ പറയുന്ന KSRTC എന്ന് പറയുന്ന ഒരു സംരംഭത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ ലാഭകരമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പറയുന്ന ഒക്കെ പുള്ളിക്ക് അറിയാം. പക്ഷേ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ ഈ പറയുന്ന വിഷയം, അതായത് സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉമ്മൻചാണ്ടിക്ക് ഭയങ്കര മാർക്കറ്റാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കോണിക് ലീഡർ UDFനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ നശിപ്പിക്കാനും അദ്ദേഹത്തിനെതിരായി ഒരു സ്ത്രീയെ ഗൂഢാലോചനയിലൂടെ ഒരു സ്ത്രീയെ പുറം ലോകത്തേക്ക് എത്തിക്കാനും ശ്രമിച്ചത് KB ഗണേഷ് കുമാർ ആണ് എന്ന തരത്തിലുള്ള വാർത്തകൾ ഈ കഴിഞ്ഞ കാലം അത്രയും പ്രചരിച്ചതല്ലേ. ഇത് നമ്മുടെ കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം തെറ്റ് ചെയ്യാത്ത ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ്, ആ നേതാവിനെ ഒരു സ്ത്രീയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഡീഷണൽ ആയിട്ട് ചില കഥകൾ എഴുതി ചേർക്കുന്നു അല്ലേ. അത് സംഭവിച്ചത് നമ്മുടെ കേരളത്തിലാണ്. ഉമ്മൻചാണ്ടിക്കെതിരായി KB ഗണേഷ് കുമാറാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അടക്കമുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു. അപ്പം കോൺഗ്രസ്സുകാർ, ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരിൽ പോലും, അല്ലെ കേരള കോൺഗ്രസ്സിലുള്ളവരിൽ പോലും ഉമ്മൻചാണ്ടിയോട് താല്പര്യമുള്ളവരുണ്ട്. അതായത് KB ഗണേഷ് കുമാറിന്റെ പാർട്ടിയിൽ പോലും ഉമ്മൻചാണ്ടിയോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ചിലപ്പം VD സതീശനോട് ഇഷ്ടം ഉണ്ടാവുന്നില്ല, ചെന്നിത്തലയോട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. പക്ഷേ അന്തരിച്ച അവരുടെ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ അവരുടെ നേതാവായ ഉമ്മൻചാണ്ടിയോട് അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന എപ്പോഴാണ്? ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കത്ത് അഡീഷണൽ ആയിട്ട് 24 പേജ് എങ്ങാണ്ട് അഡീഷണൽ ആയിട്ട് എഴുതി ചേർക്കപ്പെടുന്നത്. അത് പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ടായിരുന്നു. രാഷ്ട്രീയമായി നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഗണേഷ് കുമാറിന്റെ ലക്ഷ്യം. അത് വെച്ചിട്ട് വിലപേശൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പക്ഷേ ദൗർഭാഗ്യവശാൽ അടുത്ത തവണ ഈ സോളാർ വിഷയം കത്തിപ്പടർന്ന് വരികയും അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ അധികാര സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു.
അങ്ങനെ വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും കെ ബി ഗണേഷ് കുമാറിനൊരു രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് ഗണേഷ് കുമാറിന് ചിന്തിക്കേണ്ടി വരുന്നതും LDF-നോടൊപ്പം പോവുകയും ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് കേരള കോൺഗ്രസ് ആണെന്നേ ഉള്ളൂ ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഒരു മുന്നണിക്കൊപ്പം അതാണ് രാഷ്ട്രീയ നിലപാടെന്ന് പറയും. ഇപ്പം പൊളിറ്റിക്സ് മാറുന്നതിലല്ല. ഇപ്പോൾ കോൺഗ്രസ് BJP-യിലാവുക അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. അധികാരത്തിൻ്റെ ഒരു ഫേസ് നോക്കിക്കൊണ്ട്, എവിടെയാണ് അധികാരം കിട്ടുക എന്ന് നോക്കിക്കൊണ്ട് കൃത്യമായി മറുകണ്ഠം ചാടാൻ വേണ്ടി കഴിവുള്ള ഒരു പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് B. ഇത് ഇതിനു മുമ്പും തെളിയിച്ചിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ള, അതായത് ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ ഉള്ള കാലം മുതൽ തന്നെ ഈ രീതിയിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ചേഞ്ചസ്, മുന്നണി മാറ്റം പറയുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്ന B നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അനന്തരഫലമാണ് ശരിക്കും ഈ നിൽക്കുന്നത്. എന്നിട്ട് ഏറ്റവും ഒടുവിലാണ് ഗണേഷ് കുമാർ ഇമാതിരി ചെയ്തത്. ഇത് പറയുന്ന പോലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാൾക്ക്, ഒരു സാധു മനുഷ്യനെതിരായിട്ട് ഇമാതിരി കഥകൾ പടച്ചുവിടും. എന്തൊക്കെ കഥകളായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് നമ്മൾ സാധാരണ ആൾക്കാർ ചിന്തിച്ചു, ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെയാണോ അല്ല എന്ന് സാധാരണക്കാർ ചിന്തിച്ചു തുടങ്ങി. ഉമ്മൻചാണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യൂ. അപ്പോൾ ഉടനെ പൂഞ്ഞാറിൽ നിന്നൊരാൾ, പൂഞ്ഞാറിലെ ആശാൻ ഇറങ്ങി, ഞാൻ കണ്ടു അല്ലേ, അവിടെ ഞാൻ കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടു. എന്തൊക്കെ കഥകളായിരുന്നു. ഏറ്റവും അവസാനം അതിൻ്റെ CD ഉണ്ടെന്ന് പറഞ്ഞു. കോയമ്പത്തൂരിൽ എവിടെയാണ് അതിൻ്റെ CD ഇരിക്കുന്നത്? CD തപ്പി ഇവിടുന്ന് പോലീസ് പോവാണെന്നേ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ആ സോളാർ കേസിലെ ആ സ്ത്രീയും ഒരുമിച്ചുള്ള CD ഇറങ്ങിയിട്ടുണ്ട്, അത് കോയമ്പത്തൂരിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോവാണ്. ഇവിടുത്തെ പോലീസ് വിടുകയാണ്, പോലീസിനൊപ്പം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ വിടുകയാണ്. ഇതൊക്കെ സംഭവിച്ചത് നമ്മുടെ കേരളത്തിലാണ്. ഇതിൻ്റെ എല്ലാം ബേസ് എവിടെയാണ്? ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എവിടെയാണ്? ഈ ഗണേഷ് കുമാർ എഴുതി വെച്ച കത്ത്, അല്ലെങ്കിൽ ആ സ്ത്രീ അഡീഷണലായിട്ട് എഴുതി ചേർത്ത കത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാ പറഞ്ഞത്, അങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി വന്ന ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നിപ്പ ഇത് അറിയണമെന്നൊന്നും ഇല്ല. ഗണേഷ് കുമാറിന് ചിലപ്പോൾ വാഹനം ഓടിക്കാൻ അറിയാമായിരിക്കും. ബസ്സിനെ കുറിച്ചും കാറിനെ കുറിച്ചും ആ കാര്യം ചെറുപ്പകാലം മുതൽ തന്നെ ബസ്സും കാറും ഒക്കെ കണ്ട് ശീലിച്ച ആളായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിവുണ്ടായിരിക്കും. പക്ഷേ മുരളീധരൻ ചെറുപ്പകാലത്ത് നിപ്പയും കൊറോണ വൈറസിനും കണ്ടിട്ടല്ല മുരളീധരൻ ജീവിച്ചത്. അപ്പം അങ്ങനെയുള്ളൊരു അതുകൊണ്ട് മുരളീധരൻ എന്ന് പറയുന്ന ഒരാളെ ഭരിക്കാൻ അനുവദിക്കൂ. അദ്ദേഹം ഈ പറയുന്ന ഒരു വിമർശനം ഉന്നയിച്ചു. ചിലപ്പം പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഒരു ഹോസ്പിറ്റലായി കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം, സ്കാനിങ് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന MRI ഉണ്ടാവണം, എക്സ്റേ യൂണിറ്റ് എങ്കിലും ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാതെ ഒരു ആശുപത്രി കെട്ടിടം കെട്ടിവെച്ചാൽ പിന്നെ അതിനെ ഹോട്ടൽ എന്നല്ല പിന്നെ എന്താ പറയേണ്ടത്? സെൻട്രലൈസ്ഡ് AC ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ 4 ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് രോഗികൾക്ക് കയറി കിടക്കാനോ ഇല്ലെന്നുണ്ടെങ്കിൽ വരുന്നവർക്ക് പോകുന്നവർക്കും അത്താഴം വെച്ച് കൊടുക്കാനോ പറ്റില്ല. അവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ കാലൊടിഞ്ഞ് ഒരാൾക്ക് സർജറി ചെയ്യണം. അതെങ്ങനെ കണ്ടുപിടിക്കും കൈ ഒടിഞ്ഞ കാലൊടിഞ്ഞാന്നുള്ള കാര്യം? അതിന് എക്സ്റേ പ്രവർത്തിക്കണം, എക്സ്റേ മെഷീൻ ഉണ്ടാവണം. എക്സ്റേ എടുത്ത് വെച്ചിട്ട് വേണം ഇത് എക്സ്റേ ആണ്, ഈ എക്സ്റേ കാരണമാണ് ഇത് ചെയ്യേണ്ടി വന്നത് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ, സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വലിയ കെട്ടിടം പിന്നെ AC ആയിട്ട് പണിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിനെ പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. അതൊരു ഹോട്ടലല്ല, ആശുപത്രിയാണ് കെട്ടിയത്. അതെ, ആരും വിമർശിക്കും. ഗ്ലോറിഫൈഡ് CHC എന്നാണ് വിളിക്കുന്നത്. അതായത് പിന്നെ ഏറ്റവും വിശാലമാക്കപ്പെട്ട കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ ഫെസിലിറ്റി മാത്രമുള്ള ഒരു വലിയ കെട്ടിടം. 96 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് പറയുന്നതാണ് ഉചിതം.